നമസ്കാരം. മാനിഷാദ അഥവാ അരുത് കാട്ടാള എന്ന് കോൺഗ്രസിലെ ചില കാട്ടാളന്മാരായ നേതാക്കന്മാരോട് പറയേണ്ട സമയം കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങി തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് പതുങ്ങി ഏപ്രിൽ 9 ശേഷം തലപൊക്കിയ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്രയാണ് മാനിഷാദ. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലം അന്നു മുതൽ തുടങ്ങണം പലതും പൂർത്തിയാക്കണമെങ്കിൽ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഏറ്റവും നല്ല പ്രതിപക്ഷമായി പ്രവർത്തിച്ചിരുന്നത് അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയായിരുന്നു. അതിൽ ഓരോ കോൺഗ്രസ്സുകാരനും അഭിമാനിച്ചിരുന്നു. പിന്നീട് കള്ളനെ കാവലേൽപ്പിക്കണമെന്ന ഉൾവിളി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടാകുന്നു. പ്രഗത്ഭനായ അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിലെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തരം തന്നെ കയ്യിൽ വെച്ചു കൊടുത്തു. അതോടുകൂടി അയാൾ ഇരട്ടി ശക്തനായി. ആ ചെന്നിത്തലയുടെ തേരോട്ടം മന്ത്രിസഭയുടെയും മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെയും പപ്പും പൂടയും പറിച്ച് ഇല്ലാതാക്കിയത് ചരിത്രം. കെ മാണിയെ ക്രൂശിക്കുക മാത്രമല്ല, കാലശേഷം മാണിയുടെ മകനെ മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. ഇതെല്ലാം മുതിർന്ന ഒരു നേതാവിന് ചേർന്ന പണിയല്ല. കോൺഗ്രസിനെ ജനങ്ങളുടെ മുന്നിൽ കോമാളിയാക്കി തീർത്തു. എന്നിട്ടും മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങി. 2009 കേന്ദ്രമന്ത്രിയാകുവാൻ തീരുമാനിച്ചിരുന്നത് മാറ്റി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിട്ട കോൺഗ്രസ് നേതൃത്വം അന്ന് അയാൾക്ക് പകരം മമതാ ബാനർജിയെ കേന്ദ്രമന്ത്രിയാക്കി. അതാണ് അവരുടെ തലവരെ മാറ്റി എഴുതിയത്. അതുകൊണ്ട് ഇക്രി ഒരു അവസരം തരണമെന്നാണ് ചെന്നിത്തല പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഹൈക്കമാൻഡ് അറിഞ്ഞു നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് വേണ്ട പോലെ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ അറിയാത്തയാൾക്ക് ഇനിയും അവസരങ്ങൾ നൽകണോ എന്നാണ് പല മുതിർന്ന നേതാക്കളും പങ്കുവയ്ക്കുന്നത്. ഇനിയുള്ളത് KC വേണുഗോപാലാണ്. ഡൽഹിയിലൊരു പണിയുമില്ല. ഈ അണ്ടകടാകത്തിൽ വേറെ ഒരിടത്തും ഇങ്ങർക്ക് കൊടുക്കാൻ പറ്റിയ പണിയുമില്ല. പണിയെടുക്കാൻ അറിയത്തുമില്ല. എടുത്തിട്ട് കാര്യവുമില്ല. അടുത്ത 25 കൊല്ലം ഡൽഹിയിൽ തൂങ്ങി നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് കളം മാറ്റി ചവിട്ടാമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. നിർണായകമായ 2 ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടാമെന്നല്ലാണ്ട് മറ്റൊരു ഗുണവുമില്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ. ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നാൽ ലോക്സഭയിലെ ഒരു സീറ്റ് കൂടി കുറയുമെന്നല്ലാണ്ട് മറ്റ് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. വീട്ടിലെ കാരണവർക്ക് അടുപ്പിലും ആകാമല്ലോ. 1957 പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോയെ തന്ത്രപൂർവ്വം മാറ്റി നിർത്തി പട്ടം താണുപിള്ളയെ 1960 മുഖ്യമന്ത്രിയായി വാഴിച്ചു. പിന്നീട് പട്ടത്തെ പഞ്ചാബിലേക്ക് കയറ്റിയച്ച് R ശങ്കർ മുഖ്യമന്ത്രി സ്ഥാനം ഒതുക്കത്തിൽ കയ്യിലാക്കിയതാണ് 64 പാർട്ടി വളരുവാനും കേരള കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ജനിക്കുവാനും കാരണമായത്. ആ നഗ്നസത്യം കോൺഗ്രസ് നേതൃത്വം മനഃപൂർവ്വം വിസ്മരിക്കരുത്. 2016 മുതൽ 21 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഒരു വലിയ പരാജയമായിരുന്നുവെങ്കിൽ 2021 മുതൽ 26 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഒരു വലിയ വിജയം തന്നെയായിരുന്നു. ചെന്നിത്തലയെല്ലാം തൻപിടിയായിരുന്നുവെങ്കിൽ VD സതീശനും ടീമും UDF മുന്നണി എന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. അങ്ങനെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. UDFിലെ എല്ലാ ഘടകകക്ഷികളെയും കൂട്ടി യോജിപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടുകയും വിജയം കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നെല്ലാം പറഞ്ഞ് കൂടെ നിൽക്കുന്നവരെ ശക്തിപ്പെടുത്തുവാൻ, അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുവാൻ കാണിച്ച തൻ്റെ ഇടം, അതും ഒരു ആത്മവിശ്വാസം കൂടിയാണ്. അത് മുഖവിലക്കെടുത്ത് ആരും മുന്നോട്ട് പോകേണ്ട. പക്ഷേ 1978 AK ആന്റണി സ്വീകരിച്ച നിലപാട് VD സതീശൻ സ്വീകരിച്ചാൽ അത് കോൺഗ്രസിന് താങ്ങാനാവുന്നതല്ല. അതിൻ്റെ പരിണിത ഫലമായിരുന്നു 1980. ഇത് ആ അമ്മയ്ക്കും മകനും ആര് പറഞ്ഞു കൊടുക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയും VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ സാധിക്കാതെ വരികയും ചെയ്താൽ അതിൻ്റെ ഫലം പ്രവചനാതീതമാണെന്നാണേ പറയാനുള്ളൂ. രമേശനും വേണുഗോപാലും അറിയണം, ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനവും UDFും സതീശന്റെ കൂടെ ആയിരുന്നുവെന്ന്. പ്രത്യേകം പറയുന്നു, നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു. 1980 ആവർത്തിക്കാതെ നോക്കേണ്ടത് കോൺഗ്രസിന്റെ കടമയാണ്, വോട്ട് ചെയ്ത ജനത്തിന്റെ കടമയല്ല. ഇനി ഒരു പിളർപ്പിനുള്ള ബാല്യം കൂടി കോൺഗ്രസിനില്ല.
57-ലെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതിന്റെ പരിണത ഫലമായിരുന്നു കേരള കോൺഗ്രസിന്റെ ജന്മമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 967-ൽ ലീഗിനെ മാറ്റി നിർത്തിയതും സപ്തകക്ഷി ഭരണം പിടിച്ചതും ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ. 964-ലെയും 67-ലെയും ക്ഷീണം മാറ്റിയത് കെ കരുണാകരൻ എന്ന ലീഡറുടെ മിടുക്ക് തന്നെയായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിനിട്ടും പണി കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇനി ഒരംഗത്തിന് ബാല്യമില്ലാത്ത കോൺഗ്രസ് ആണ് നമ്മളുടെ മുന്നിലുള്ളത്. കൈപിടിച്ചുയർത്താൻ ഒരു കരുണാകരനുമില്ല. കോൺഗ്രസിനെയും BJP-യെയും മാറ്റി നിർത്തിയാൽ CPM അടക്കമുള്ള ബാക്കി മുഴുവൻ കക്ഷികളും പ്രാദേശിക കക്ഷികൾ തന്നെയാണ്. അവരെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു പിടി പിടിച്ചാൽ തമിഴ്നാട് മോഡലാകും കേരളം. പിന്നെ ഉരച്ചു കൂട്ടാൻ പോലും കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകും. അതുകൊണ്ട് VD സതീശനെ മറന്ന് കളിക്കാമെന്ന് കരുതുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരും ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും. പച്ചയ്ക്ക് പറഞ്ഞാൽ തല മറന്ന് എണ്ണ തേക്കരുത്.